ജി സുധാകരനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. അവസരവാദികൾ കാരണം ഒരു വോട്ടും കുറയില്ല. സുധാകരൻ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥിയാണ്. ബിജെപി വോട്ട് കിട്ടാനാണ് സ്വതന്ത്രന്റെ പരിവേഷം. കോൺഗ്രസിനെ തൃപ്തിപ്പെടുത്താനാണ് ഇപ്പോൾ പഴയതൊക്കെ തള്ളിപ്പറയുന്നത് എന്നും മുഖ്യമന്ത്രി. ഈ പറഞ്ഞയാൾ ഇതിനേക്കാൾ അപ്പുറം ഇനി പറയും. കാരണം എത്തിപ്പെട്ട ക്യാമ്പ് അതാണ്. ആ ക്യാമ്പിൽ നിന്ന് നല്ല പിന്തുണ കിട്ടണമെങ്കിൽ ആ ക്യാമ്പിന്റെ ആളായി ഇന്ന് പൂർണ്ണമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ കോൺഗ്രസിന്റെ തൊപ്പിയാണല്ലോ എടുത്ത് തലയിലിട്ടത്. അപ്പൊ അതിന്റെ ഭാഗമായി ആ കോൺഗ്രസിനെ നല്ല രീതിയിൽ തൃപ്തിപ്പെടുത്താൻ ഉള്ള വഴി ഞാൻ പഴയ ആളല്ല, പുതിയ ആളാണ്. അതിന്റെ ഭാഗമായി പഴയതിന്റെ ഭാഗമായതിനെല്ലാം തള്ളിപ്പറയണം. അതിൽ ഇനിയും കൂടുതൽ ജീർണതയിലേക്ക് അദ്ദേഹം പോയേക്കാമെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരിടത്തും ഒരു വോട്ടും അവസരവാദികളുടെ നിലപാടിന്റെ ഭാഗമായി ഇല്ല എന്നത് കണ്ടോളൂ. നല്ല നിലക്ക് അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള സലാം ജയിച്ചു വരിക തന്നെ ചെയ്യും. മനീഷ് മഹിപാലുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ഒരു സ്ഥാനാർത്ഥി ആദ്യമായിട്ടായിരിക്കും ഒരു പാർട്ടിയിൽ നിന്ന് ഇത്ര വോട്ട് കിട്ടും, അടുത്ത പാർട്ടിയിൽ നിന്ന് ഇത്ര വോട്ട് കിട്ടും എന്ന് പറയുന്നത്. ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് ജി സുധാകരനിൽ നിന്ന് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു മുഖ്യമന്ത്രി. മധു, മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷ വിമർശനമായിരുന്നു ജി സുധാകരൻ ആദ്യം നടത്തിയത്. മുഖ്യമന്ത്രിയുടെ മുഖത്തേൽക്കുന്ന പ്രഹരമായിരിക്കും തനിക്ക് മണ്ഡലത്തിൽ ലഭിക്കുന്ന ഓരോ വോട്ടുകളും. ഒപ്പം തന്നെ കണ്ണൂരിലെ സേഫസ്റ്റ് മണ്ഡലങ്ങളല്ലാതെ അമ്പലപ്പുഴയിൽ വന്ന് മത്സരിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ തുടങ്ങിയ വെല്ലുവിളികൾക്കാണ് മുഖ്യമന്ത്രി ഇത് മറുപടി നൽകിയത്. മുഖ്യമന്ത്രി ഇന്ന് ആലപ്പുഴ ജില്ലയിലുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് അമ്പലപ്പുഴയിൽ, അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജി സുധാകരൻ മത്സരിക്കുന്ന അമ്പലപ്പുഴ മണ്ഡലത്തിലെ വളഞ്ഞ വഴിയിൽ ഇന്ന് മുഖ്യമന്ത്രി സംസാരിക്കും. ഇതിനേക്കാൾ അതിരൂക്ഷമായ ഭാഷയിലുള്ള മറുപടി മുഖ്യമന്ത്രി ചിലപ്പോൾ നൽകിയേക്കും. ഇപ്പോഴിന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് നൽകിയ വാർത്താ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഈ രീതിയിൽ പൊതുസ്വതന്ത്ര, അതായത് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുസ്വതന്ത്രം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. 5000 വോട്ടുകൾ ലഭിക്കും എന്ന് പറയുന്നത് ഒരു വർഷം മുൻപേ തന്നെ ബിജെപിയുമായി ഇത്തരത്തിലുള്ള ഡീല് ജി സുധാകരൻ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ക്യാമ്പിലെത്തിയ ശേഷമാണ് ജി ഭുവനേശ്വർ സ്വന്തം സഹോദരനടക്കം തള്ളിപ്പറഞ്ഞുകൊണ്ടും ഒപ്പം തന്നെ കൃഷ്ണമുള്ള സ്മാരകം പൊളിച്ച സംഭവമൊക്കെ തന്നെ തന്റെ ഭൂതകാലത്തെ ഇപ്പോഴുള്ള ആളുകളുമായി ചേർത്ത് വെച്ചുകൊണ്ട് അനുകൂലമാക്കാനുള്ള ജി സുധാകരൻ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ ഇപ്പോൾ സഖ്യം കൂടിയ ആളുകളെ സൂചിപ്പിക്കാൻ, അവരുടെ പാളയത്തിൽ അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ CPM-നെ ദുഷ്ടലാക്കോട് തന്നെ അവരെ പരാമർശിക്കുന്നത്. ഒപ്പം തന്നെ ജി സുധാകരനെ വളർത്തിയത് പാർട്ടിയാണ്, ജി സുധാകരന് അറിവ് നൽകിയത് പാർട്ടിയാണ്, ജി സുധാകരനെ MLA ആക്കിയതും മന്ത്രിയാക്കിയതും പാർട്ടിയാണ്. അങ്ങനെ പാർട്ടി പ്രവർത്തകരുടെ 15000 വോട്ട് കിട്ടുന്നത് ജി സുധാകരൻ എങ്ങനെ അവകാശവാദമായി പറയും എന്നടക്കമുള്ള വലിയ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. വിവരങ്ങൾ നൽകിയത് വ്യക്തിക്കൊപ്പമല്ല പാർട്ടിക്കൊപ്പമാണ് അണികളെന്ന് മുഖ്യമന്ത്രി പറയുന്നു.